Assalamualaikum warahmatullahi taala wabarakatuh. Ya Rabbi bil Mustafa balligh maqasidana waghfir lana ma madha ya wasi al karami kal maula ya salli wa sallim daiman abada ala habibika hayy bil halqi kullihim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'du. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സന്തോഷമാണ് ഇസ്ലാം എന്ന വിഷയത്തിനെ പറ്റിയാണ്. നാഥൻ തുണ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്ലാം എന്നും സത്യത്തിന്റെ വരിയാണെന്നതിൽ ആരും സംശയിക്കില്ല. പക്ഷേ ഇസ്ലാം നമ്മെ സന്തോഷിക്കാനാണ് വിളിക്കുന്നത് എന്ന സത്യം പലർക്കും മനസ്സിലാകാൻ കഴിയുന്നുണ്ട്. ചിലവർക്ക് തോന്നാം ഇസ്ലാം കഠിന നിയമങ്ങളാണ്, ഇസ്ലാം ഒഴിവുകളാണ്, ഇസ്ലാം നിഷേധങ്ങളാണ്. പക്ഷേ അതെല്ലാം തെറ്റായ ധാരണകളാണ്. ഇനി ഒന്നാമത്തെ കാര്യം, ഹൃദയത്തിന്റെ ശാന്തിയാണ് യഥാർത്ഥ സന്തോഷം. ലോകത്തിൽ പലതരം സന്തോഷങ്ങളുണ്ട്. ചിലവർക്ക് പണം കിട്ടുമ്പോഴുള്ള സന്തോഷം, ചിലവർക്ക് പരീക്ഷയിൽ വിജയിക്കുമ്പോഴുള്ള സന്തോഷം, മറ്റു ചിലവർക്ക് ആഹാരം കഴിക്കുമ്പോഴുള്ള സന്തോഷം, മറ്റു ചിലവർക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള സന്തോഷം എന്നിങ്ങനെ പല സന്തോഷങ്ങളുണ്ട്. ഇവയൊക്കെ അല്പനേരം മാത്രമേ നീണ്ടു നിൽക്കൂ. പക്ഷേ ഹൃദയത്തിൽ നിന്നുള്ള ആന്തരിക ശാന്തി അത് വെറും ഒരു അനുഭവമല്ല, അത് അള്ളാഹുവിന്റെ തരിയ ഒരു അനന്തതയുള്ള അനുഗ്രഹം ആവുന്നു. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾ ശാന്തി ആർജിക്കുന്നത്. നമുക്ക് ചിന്തിക്കാം, നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ, നമ്മൾ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുമ്പോൾ, നമ്മൾ സകാത്ത് കൊടുക്കുമ്പോൾ, നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ, എന്തിനു പറയുന്നു, ഹൈറായ എന്ത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ ആ സമയത്തുള്ള ആന്തരിക ശാന്തി അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ സന്തോഷം. ഇനി രണ്ടാമത്തെ കാര്യം, ലോകത്തിന്റെ നേതാവ് ആദരവായ നബിയുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും സന്തോഷത്തിലായിരുന്നു. അതാണ് നമുക്ക് മാതൃക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥനയിൽ സന്തോഷം കണ്ടെത്തി. തന്റെ കുട്ടികളുമായി കളിച്ചപ്പോൾ സന്തോഷിച്ചു. സഹാബാക്കളോട് ആലോചിക്കുമ്പോഴും ഹാസ്യം പറയുമ്പോഴും സന്തോഷം പ്രകടിപ്പിച്ചു. അതാണ് മാതൃക. സഹാബാക്കൾക്കും ഉലമാക്കൾക്കും പകർന്നു. അവർ നീണ്ട സമയത്തെ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടും മനസ്സിന്റെ ആഴത്തിൽ അവർക്കുണ്ടായിരുന്ന വലിയൊരു സന്തോഷം അവർ ജീവിതത്തിൽ കാണിക്കുകയായിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ഇസ്ലാം പരിപൂർണ ജീവിതമുറ, അതിൽ സന്തോഷം തന്നെ അന്തസ്സായിരിക്കുന്നു. അല്ലാഹു പറയുന്നു, വിശ്വാസമുണ്ടെങ്കിൽ മനസ്സിൽ ശാന്തിയുണ്ട്, ശാന്തിയുണ്ടെങ്കിൽ ജീവിതത്തിൽ താളമുണ്ട്, താളമുണ്ടെങ്കിൽ പ്രശാന്തിയുണ്ട്, പ്രശാന്തിയുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സന്തോഷം. അല്ലാഹു പറയുന്നു, ഈ ദീനിൽ അല്ലാഹു നിങ്ങളെ കുഴപ്പത്തിലാക്കിയിട്ടില്ല. അതിനാൽ ഇസ്ലാം ഭയം അല്ല, ആശ്വാസമാണ്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ വേറൊരു മുസ്ലിമിനെ കാണുമ്പോൾ സലാം പറയണം. അതിൽ കിട്ടുന്ന ഒരു സന്തോഷം അത് എവിടെ കിട്ടും? ഇനി അതുപോലെ തന്നെ ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തേത് ഹജ്ജാണല്ലോ. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവന് പ്രായപൂർത്തിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടെങ്കിൽ അവൻ ഒരു വട്ടമെങ്കിലും ഹജ്ജ് ചെയ്യൽ നിർബന്ധമായ ഒരു കാര്യമാണല്ലോ. നാളെ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ മരിക്കുവാൻ നേരം ഈമാനോടുകൂടിയുള്ള മരണം ലഭിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ദുആ വസിയത്തോടുകൂടി എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.